കേരള പ്രീമിയർ ലീഗിൽ ഗോളുകളുടെ മഴ പെയ്ച്ച താരമാണിത്. ആ സുവർണ പാതകം ആ കാലുകളിൽ ഏറ്റിക്കൊണ്ട് തന്നെയാണ് സൂപ്പർ ലീഗ് കേരളയിലും വന്നത്. സൂപ്പർ ലീഗ് കേരളയിലും തന്റെ ഗോളോടുകൂടി വരവറിയിച്ചിരിക്കുന്നു സജീഷ്. ആ ഗോൾ നല്ല മികച്ചൊരു ഫസ്റ്റ് ടച്ചും ഫിനിഷും ആയിരുന്നു. എന്ത് തോന്നി ആ നിമിഷം, അല്ലെങ്കിൽ അതിനുശേഷമുള്ള റിയാക്ഷൻസ്? വളരെ സന്തോഷം തോന്നി. അതിലുപരി നമ്മുടെ ടീം ഒരുപാട് ട്രബിളിലാണ്, ഇപ്പം ഒരുപാട് ഇഞ്ചറീസ് ഉണ്ട്. പക്ഷേ ഗോൾ അടിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ടീമിൻ്റെ അവസ്ഥ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഒരുപാട് ഇഞ്ചറീസ് ഉണ്ടായിരുന്നു. ഇനിയും ഒരുപാട് ഗോളുകൾ അടിക്കണമെന്ന് വിശ്വസിക്കുന്നു. സജീഷിന്റെ ഒരു മൂവ്മെന്റ് പൊതുവെ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫിനിഷേഴ്സ് മൂവ്മെന്റ് കാണാം. ബോക്സിനുള്ളിലാണെങ്കിലും പുറത്തുള്ള റണ്ണുകളാണെങ്കിലും അത് എന്തുമാത്രം ട്രെയിനിങ് ഗ്രൗണ്ടിൽ നിന്ന് മാച്ച് ഗ്രൗണ്ടിലേക്ക്, മാച്ച് ടൈമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കോച്ച് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾക്ക് ഈ ഫോറിൻ കോച്ചായിരുന്നു മിക്കി. ആള് നമ്മുടെ പ്രാക്ടീസ് സെഷനായാലും ഒരുപാട് നമ്മുടെ പേഴ്സണലായിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ വിജയം. പക്ഷേ ടീമിൻ്റെ റിസൾട്ട് വളരെ മോശമായി. എന്നിരുന്നാലും എന്നെ കോച്ച് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ട്രെയിനിങ് ഗ്രൗണ്ടിലും. അത് തന്നെയാണ് ഈ മാച്ചസിൽ വരുമ്പോൾ എനിക്ക് ഹെൽപ്ഫുൾ ആണ്. നമ്മൾ പൊതുവെ കാണാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്ട്രൈക്കേഴ്സിന് അങ്ങനെ അവസരം കിട്ടാറില്ല. സൂപ്പർ ലീഗ് കേരളയിൽ നമ്മൾ നേരത്തെ കണ്ടു, അച്സൽ ഒരു ഡബിൾ ഗോൾ അടിച്ചു, പിന്നെ ഒരു ഹാട്രിക് അടിച്ചു. അതുപോലെ സജീഷ് ഒരു സ്ട്രൈക്കറായി കളിക്കുന്നു. ഇതൊരു ശരിക്കും സ്ട്രൈക്കർമാർക്ക് വളരാനുള്ള ഒരു നല്ലൊരു അവസരം തന്നെയല്ലേ നൽകുന്നത്? ഇപ്പോൾ കേരളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സ് എല്ലാം സ്ട്രൈക്കറിൽ നിന്ന് അവോയ്ഡ് ആകുന്ന, അവർ വേറെ പൊസിഷൻ തിരഞ്ഞെടുക്കുന്നതായിട്ട് ഒരുപാട് കാണുന്നുണ്ട്. കാരണം നമ്മുടെ മുന്നോട്ട് പോകുന്നതോറും ഫോറിൻ സ്ട്രൈക്കേഴ്സിന് എല്ലാ ടീമും കൺസെപ്റ്റ് ചെയ്യുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ എൻ്റെ ഒരു പാഷൻ എന്ന് വെച്ചാൽ ഗോൾ അടിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അത് ഇനിയും തുടരുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇനിയും തുടരാൻ സാധിക്കട്ടെ. ഇനിയും കൂടുതൽ ഗോളുകൾ അടിക്കാനും ആ പൊസിഷൻ തന്നെ നിലനിർത്താൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.